ഹലോ 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 എന്താണ് വിദ്യാർത്ഥികളെ, സുഖമല്ലേ? അടിപൊളിയല്ലേ? സോ നമ്മൾ ഇപ്പോൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഡിപ്രീസിയേഷൻ്റെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫൈനലി നമ്മൾ പ്രൊവിഷൻ റിസർവിന് എന്ന് പറയുന്ന തിയറി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അതിൻ്റെ പ്രാക്ടിക്കലായിട്ട് നമുക്ക് അങ്ങനെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് എങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. യു ഗൈസ് ആർ റെഡി? ഓക്കെ. സോ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. ഈ ക്വസ്റ്റ്യനിലൂടെ നമുക്ക് കടന്നു പോകാം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ആദ്യം എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ക്വസ്റ്റ്യനെ കൃത്യമായിട്ട് മനസ്സിലായെങ്കിൽ മാത്രമാണ് നമുക്കതിന് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ കഴിയുള്ളൂ. ആ ക്വസ്റ്റ്യനിൽ പല കാര്യങ്ങളും ചില കാര്യങ്ങൾ നമുക്കതിൽ കൃത്യമായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആൻസർ തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. യു ഗൈസ് ശ്രദ്ധിക്കാം. റാം ആൻഡ് കമ്പനി പർച്ചേസ്ഡ് മെഷീനറി ഫോർ ₹21,000 ഓൺ ജാനുവരി 2004. 2004 ജനുവരിയിൽ 21,000 രൂപയുടെ മെഷീനറി വാങ്ങുന്നു. ആൻഡ് ദ എസ്റ്റിമേറ്റഡ് ലൈഫ് ഓഫ് മെഷീൻ ഈസ് 10 years, after which the scrap value is 1,000 and the depreciation is by the fixed installment method. ഡിപ്രീസിയേഷൻ നമ്മുടെ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് പ്രകാരമാണ് ചാർജ് ചെയ്യപ്പെടുന്നത്. ദെൻ ഓൺ 1st July 2008 the machinery was sold for ₹15,000. Prepare a machinery account for the year ending for the year 2004, 2005 and 2006. ഈ ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കേണ്ടത് സാധാരണ നമ്മൾ ക്വസ്റ്റ്യനിൽ നിന്നും മാറി ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്നുള്ളത്, ഇവിടെ 21,000 രൂപയുടെ മെഷീനറി നമ്മൾ വാങ്ങുന്നുണ്ട്. ഇത് പ്രശ്നമില്ല, നമ്മൾ നേരത്തെയൊക്കെ പഠിച്ചാണ്. നമുക്ക് 10 വർഷം അതിൻ്റെ ലൈഫ് തന്നിട്ടുണ്ട്. ഓക്കെയാണ്, പ്രശ്നമില്ല, നോ ഇഷ്യൂ. സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത് 1000 രൂപയാണ്. നമുക്ക് നേരത്തെ അറിയുന്ന കാര്യമാണ്. ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് പ്രകാരമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും ഒരു ഫിക്സഡ് എമൗണ്ട് ആയിരിക്കും ഡിപ്രീഷിയേറ്റ് ചെയ്യുന്നത്. നോ ഇഷ്യൂ. ഇനി അവിടെ പറയുന്നത് 2008 എന്ത് ചെയ്യുന്നത്, ഈ മെഷീനറി വിൽക്കുന്നുണ്ട്. 15,000 രൂപയ്ക്ക് മെഷീനറി വിൽക്കുന്നു. മെഷീനറി വിൽക്കുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുക എന്നുള്ളത് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമ്മോട് പ്രിപ്പയർ ചെയ്യാൻ 2004, 2005, 2006 ഈ 3 വർഷത്തെ മെഷീനറി അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. റെഡിയാണോ? ആദ്യം നമുക്ക് ഫോർമാറ്റ് വരക്കാം അല്ലേ? അപ്പോൾ ഫോർമാറ്റ് വരയ്ക്കുന്നതിന് മുന്നേ നമുക്ക് ജസ്റ്റ് എന്താണ് ഡിപ്രീസിയേഷൻ എന്നുള്ളത് നമുക്ക് ജസ്റ്റ് കാണാം. ഡിപ്രീസിയേഷൻ നമുക്കറിയാം. ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒറിജിനൽ കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡ് ബൈ ലൈഫ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഓർക്കുന്നുണ്ടോ? യെസ് ഓക്കെ. ഇനി ഇവിടെ നിലവിലുള്ള കോസ്റ്റ് ഒന്നും വേറെ നമുക്ക് എന്താ പറയുക, ഇൻസ്റ്റാളേഷൻ ചാർജ് ഒന്നും തരാത്തതുകൊണ്ട് ഡയറക്റ്റായിട്ട് തന്നെ ചെയ്യാം. ഒറിജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഹിയർ 21,000 ഈസ് ഒറിജിനൽ കോസ്റ്റ് ആൻഡ് 1,000 ഈസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡ് ബൈ 10. 2,000 ഈസ് അവർ ഡിപ്രീസിയേഷൻ. 2,000 രൂപയാണ് നമ്മുടെ ഡിപ്രീസിയേഷൻ. 2,000 രൂപ എല്ലാ വർഷവും ഡിപ്രീഷിയേറ്റ് ചെയ്യും. ഇനി നമ്മുടെ ഫോർമാറ്റിലേക്ക് പോകാം. മെഷീനറി അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് ഞാൻ വരച്ചിട്ടുണ്ട്. ഒന്നുകൂടി ഈസി ആയിട്ട് സിമ്പിളായിട്ട് നമുക്ക് കുറച്ച് വൃത്തിയിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡിലൂടെ പോകുന്നത്. സോ റെഡി, നോക്കാം. ഫസ്റ്റ് ടൈറ്റിൽ കൊടുക്കുന്നു മെഷീനറി അക്കൗണ്ട്, ദെൻ ഡേറ്റ് പെർട്ടിക്കുലർ എമൗണ്ട്, ഡേറ്റ് പെർട്ടിക്കുലർ എമൗണ്ട്. ഒന്ന് ഡെബിറ്റ് സൈഡ്, മറ്റൊന്ന് ക്രെഡിറ്റ് സൈഡ്. ആദ്യം നമ്മൾ എന്താണ് മെഷീനറി പർച്ചേസ് ചെയ്യുമ്പോഴുള്ള ആയിട്ട് നമ്മൾ എൻട്രി നമ്മൾ അറിയാം. അവിടെ മെഷീനറി പർച്ചേസ് ചെയ്യാൻ മെഷീനറി അക്കൗണ്ട് അപ്ഡേറ്റ് ടു ക്യാഷ്. ഇപ്പം ഫസ്റ്റ് മെഷീനറി അക്കൗണ്ടിൽ നമ്മൾ മെഷീനറിനെ ഡെബിറ്റ് ചെയ്തിട്ടാണ്. സോ എനിവേ മെഷീനറിൻ്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ ഒന്നാമതായിട്ട് നമ്മുടെ എഴുതുന്നു, ഡേറ്റ് കൊടുക്കുന്നു, ഇമ്പോർട്ടൻറ്റ് ക്യാഷ് 21,000. ഓക്കെ. ആ വർഷം വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ആ വർഷം അവസാനം നമ്മൾ എന്ത് ചെയ്യണം, അതിന് ഡിപ്രീസിയേഷൻ കാണണം. ആ വർഷത്തിൻ്റെ അവസാനത്തിൽ ഡിപ്രീസിയേഷൻ വരുന്നു. ഡിപ്രീസിയേഷൻ 2,000 രൂപയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2,000 രൂപ ഡിപ്രീസിയേഷൻ കാണിക്കുന്നു. അവിടെ അത് ക്ലിയർ ആയിട്ട് കാണുന്നില്ലേ? ഓക്കെ ആണല്ലോ അല്ലേ? സോ 2,000 രൂപ ഡിപ്രീസിയേഷൻ കാണുന്നു. ഡിപ്രീസിയേഷൻ ഓൾറെഡി കണ്ടിട്ടുണ്ട്. ആ 2,000 നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നു.
ഇനി ഫൈനൽ ബാലൻസ് ചെയ്യാം. രണ്ട് സൈഡും നമ്മൾ ടോട്ടൽ ചെയ്യുന്നു. പിന്നെ രണ്ട് സൈഡും നോക്കിക്കഴിഞ്ഞാൽ 21,000 രൂപ നമ്മുടെ ടോട്ടൽ എമൗണ്ട് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ബാക്കി ബാലൻസ് ആയിരിക്കും നമ്മുടെ അന്നത്തെ ക്ലോസിംഗ് ബാലൻസ്. 21,000 രൂപ രണ്ട് സൈഡും വന്നു. ഇനി ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് ഡേറ്റ് എന്നായിരിക്കും ഉണ്ടാവുക? 31/12/2004. അതിൻ്റെ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറയുമ്പോൾ ദറ്റ് ഈസ് 19,000. ഇനി 19,000 എന്ത് ചെയ്യുന്നു? അടുത്ത വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ് ആണ്. ഡേറ്റ് വരുന്നത് 1/1/2005 ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞിട്ട് സെയിം 19,000 നമ്മൾ ഇറക്കി എഴുതുന്നു. അന്ന് വേറെ എന്തെങ്കിലും പറയുന്നുണ്ടോ? വേറെ പർച്ചേസും കാര്യങ്ങളും ഒന്നുമില്ല, അഡീഷണൽ പർച്ചേസ് ഒന്നും ഇതിൽ തന്നില്ല. അന്നത്തെ നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നു. ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 2,000 ആണ്. ടോട്ടൽ നമ്മൾ പറയുന്നു ടോട്ടൽ 19,000 ടോട്ടൽ വന്നു. 19,000 നിന്നും നമ്മൾ ഡിപ്രീസിയേഷൻ കുറച്ചു. അപ്പോൾ അന്ന് ബാലൻസ് ഉണ്ടാവുന്ന ആ വർഷം ബാലൻസ് ആയിട്ടുണ്ടാവുന്നത് എമൗണ്ട് ഈസ് ബാലൻസ് ക്യാരിഡ് ഓൺ ഈസ് 17,000. ഓക്കെ, 17,000. ഈ 17,000 ആയിരിക്കും നെക്സ്റ്റ് ഇയറിലേക്കുള്ള ഓപ്പണിംഗ്. സോ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് നമ്മൾ എഴുതുന്നു 17,000. ഇനി ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളിവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ അസറ്റ് വിൽക്കുന്നുണ്ട്, ഈ മെഷീനറി നമ്മൾ വിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടി നമ്മളിവിടെ മനസ്സിലാക്കണം. മെഷീനറി നമ്മൾ വിൽക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് എത്രയെന്ന് പറഞ്ഞത് 15,000 രൂപക്കാണ് നമ്മൾ വിറ്റിട്ടുണ്ടായിരുന്നത്. ഇപ്പം നിലവിൽ നമ്മുടെ എന്താന്ന് പറയുക, നിലവിൽ നമ്മുടെ അസറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 17,000 ആണ്. സോ നോക്കാം, അന്നത്തെ എന്നാണ് നമ്മുടെ മെഷീനറി വിൽക്കുന്നത്? മെഷീനറി വിൽക്കുന്ന ഡേ അത് ശ്രദ്ധിക്കണം കേട്ടോ. മെഷീനറി വിൽക്കുന്നത് 1/7/2006 ജൂലൈയിൽ മെഷീനറി വിൽക്കുന്നു. മെഷീനറി വിറ്റിട്ട് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഇവിടെ 15,000 ആണ്. ഇതെന്താണ് ക്രെഡിറ്റ് സൈഡിൽ വന്നത്? മെഷീനറി വിൽക്കുമ്പോൾ എന്തായിരിക്കും ജേണൽ എൻട്രി ഉണ്ടാവുക? അവിടെ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു മെഷീനറി ആണ്. സോ മെഷീനറിനെ ക്രെഡിറ്റ് സൈഡിലാണ് പരിഗണിക്കുന്നത്. നമ്മൾ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എമൗണ്ട് എഴുതി 15,000. 1/7 നമ്മളെ മെഷീനറി വിറ്റു, പിന്നെ അവിടെ ഇല്ല. അപ്പോൾ 1/7 വരെയുള്ള അക്കൗണ്ടാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന ഡിപ്രീസിയേഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഇവിടെ നമുക്ക് എത്ര മാസത്തെ ഡിപ്രീസിയേഷനാണ് കാണേണ്ടത്, പിന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടുള്ളത്? ഒരു വർഷം ഉണ്ടോ? ജനുവരി നടന്നിട്ട് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ 1 എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ അസറ്റ് വിൽക്കുന്നുണ്ട്. അപ്പം 6 മാസത്തെ ഡിപ്രീസിയേഷൻ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ അവിടെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 6 മന്ത് ഡിപ്രീസിയേഷൻ ആണ്. അപ്പോൾ നമ്മളെ ആദ്യത്തെ ഡിപ്രീസിയേഷൻ കാണുന്ന സമയത്ത് അതിനെ 6/12 ചെയ്താൽ മതി. അല്ലെങ്കിൽ നിലവിലുള്ള ഡിപ്രീസിയേഷൻ്റെ ഒരു വർഷത്തെ ഡിപ്രീസിയേഷൻ്റെ പകുതി എടുത്താലും ഫൈൻ. സോ 1000 രൂപയാണ് അപ്പോൾ ഡിപ്രീസിയേഷൻ നമുക്ക് വരുന്നത്. അപ്പോൾ മനസ്സിലാക്കുക, 17,000 രൂപയുടെ അസറ്റ് മെഷീനറി നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. അതിന് ഡിപ്രീസിയേഷൻ നമ്മൾ 1000 കുറച്ച് 17,000 അല്ലേ, 17,000 മെഷീൻ നമ്മളെ കയ്യിലുണ്ടായിരുന്നു. ഡിപ്രീസിയേഷൻ 1000 പോയി കഴിഞ്ഞ് ഒരു 15,000 രൂപക്കാണ് നമ്മളത് വിൽക്കുന്നത്. നമുക്ക് ലാഭമാണോ നഷ്ടമാണോ? നഷ്ടമാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ലോസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. നമുക്ക് ലോസ് ഓൺ സെയിൽ ഓഫ് അസറ്റ് ആണ്. 1000 രൂപ നമുക്ക് ലോസ് ആണ്. ടോട്ടൽ എമൗണ്ട് ആയിട്ട് ഉണ്ടാവുന്നത് 17,000 ടോട്ടൽ എമൗണ്ട് ആണ്. 1000 ഇവിടെ ലോസ് വരുന്നു. ലോസ് എങ്ങനെ കിട്ടിയത്? നിലവിൽ നമ്മൾ അസറ്റിൻ്റെ വാല്യൂ അതിൽ നിന്ന് എന്ത് ചെയ്യുന്നു? നമ്മൾ വിൽക്കുന്ന വാല്യൂ 15,000 രൂപയാണ്. ആക്ച്വലി നമുക്ക് 17,000 അസറ്റ് നമ്മളെ കയ്യിലുണ്ട്. ഡിപ്രീസിയേഷൻ ദാറ്റ് മീൻസ് ഡിപ്രീസിയേഷൻ കുറക്കുന്നു. എന്നിട്ട് ഫൈനലി അവിടെയുള്ള ആ ബാലൻസ് എന്ന് പറയുന്നത് 1000 രൂപ എന്താണ് നമ്മളെ സംബന്ധിച്ച് ലോസാണ്. ഈ ഒരു ക്വസ്റ്റ്യനിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്, നമ്മൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 6 മന്ത് ആണ് ലാസ്റ്റിൽ. കാരണം അത് വിൽക്കുന്ന ഡേറ്റ് ശ്രദ്ധിക്കണം. പിന്നെ അവിടെ ലോസാണ് നമുക്ക് വരുന്നത്. ഓക്കെ, ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചെയ്യാം. ഈ ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കുക, ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും അഡീഷണൽ മെഷീനറി വാങ്ങുന്നത് കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ്. സോ നോക്കാം,
ജാനുവരി 2022 മലബാർ ലിമിറ്റഡ് പർച്ചേസ്ഡ് എ മെഷീൻ കോസ്റ്റിംഗ് ₹95,000 ആൻഡ് 5,000 വാസ് പെയ്ഡ് ഫോർ ഇൻസ്റ്റാളേഷൻ. 95,000 രൂപയുടെ മെഷീനറി വാങ്ങുന്നു, 5,000 രൂപ ഇൻസ്റ്റലേഷൻ ചാർജ് ഉണ്ട്. ഇനി ശ്രദ്ധിച്ചോ, 1st July 2023 കമ്പനി പർച്ചേസ്ഡ് അഡീഷണൽ മെഷീനറി ഫോർ ₹50,000 ആൻഡ് ഡിപ്രീസിയേഷൻ പ്രൊവൈഡഡ് ആനുവലി 31st December at 10% per annum. എല്ലാ വർഷവും 10% ഡിപ്രീസിയേഷൻ ഉണ്ട്. ഓൺ ദി ഒറിജിനൽ കോസ്റ്റ് ഓഫ് അസറ്റ് ആൻഡ് റൈറ്റ് അപ്പ് മെഷീനറി അക്കൗണ്ട് ഫോർ ദി ഇയർ 2022 to 2024. ഇവിടെ ശ്രദ്ധിക്കേ, 95,000 രൂപയുടെ മെഷീനറി നമ്മൾ ആദ്യം വാങ്ങുന്നു, അതിലേക്ക് എന്താണ് 5,000 രൂപ ഇൻസ്റ്റലേഷൻ ചാർജ് ഉണ്ട്. ഓക്കെ, അപ്പോൾ മെഷീനറിൻ്റെ പ്രൈസ് എത്രയായി? 1 lakh ആയി. ഓക്കെ, ഇനി ജൂലൈ 1st അല്ലേ, 1st ജൂലൈയിൽ അഡീഷണൽ മെഷീനറി നമ്മൾ വാങ്ങുന്നുണ്ട്. അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 50,000 രൂപയാണ്. ഡിപ്രീസിയേഷൻ എല്ലാ വർഷവും എൻഡിൽ, ഡിപ്രീസിയേഷൻ നമുക്കറിയാം ഒരു വർഷത്തിൻ്റെ അവസാനത്തിലാണ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത്. ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത് എത്ര പെർസെൻറ്റേജാണ്? ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത് 10%. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത് 2022, 23, 24 വർഷത്തെ മെഷീനറി അക്കൗണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പ്രിപ്പയർ ചെയ്യേണ്ടത്. ചെയ്ത് നോക്കിയാലോ, വളരെ സിമ്പിളായിട്ട് ആദ്യം തന്നെ ഫോർമാറ്റ് വരയ്ക്കുന്നു. ഡേറ്റ് പെർട്ടിക്കുലർ, എമൗണ്ട്, ഡെബിറ്റ് സൈഡ്, ക്രെഡിറ്റ് സൈഡ്. ഇവിടെ എന്ത് കൊടുക്കുന്നു? മെഷീനറി അക്കൗണ്ട്. മെഷീനറി അക്കൗണ്ട് കൊടുക്കുന്നു. ഇനി ഒന്നാമതായിട്ട് നമ്മൾ മെഷീനറി പർച്ചേസ് ചെയ്യുമ്പോഴുള്ള എൻട്രി, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മെഷീനറി പർച്ചേസ് ചെയ്യുമ്പോൾ എന്തായിരുന്നു ജേണൽ എൻട്രി? ഓർക്കുന്നുണ്ടോ? യെസ്, മെഷീനറി അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ്. മെഷീനറിനെ ഡെബിറ്റ് ചെയ്തിട്ടാണ്. അതിന് ഡെബിറ്റ് സൈഡിൽ നമ്മൾ പരിഗണിക്കണം എന്ത് ചെയ്തു? ക്യാഷ് എന്ന് പറഞ്ഞിട്ട് 1 ലക്ഷം കാണിച്ചു. വൈ 1 ലക്ഷം? 95,000 പ്ലസ് 5,000 ഇൻസ്റ്റാളേഷൻ ചാർജ്, ആ ടോട്ടൽ എമൗണ്ട് ആണ് കാണിച്ചത്. ഇനി ആ വർഷം വേറെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ? ഒരു പ്രശ്നമില്ല. ആ വർഷത്തെ ഡിപ്രീസിയേഷൻ നമ്മൾ കാണിക്കുന്നു. ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 10% ഡിപ്രീസിയേഷൻ. 1 ലക്ഷത്തിൻ്റെ 10%, 1 ലക്ഷം ഇൻറ്റു 10 ഡിവൈഡ് ബൈ 100, ദാറ്റ് ഈസ് 10,000 ഈസ് ദ ഡിപ്രീസിയേഷൻ. ഇനി എന്ത് ചെയ്യുന്നു? ടോട്ടൽ ചെയ്യുന്നു. ഇവിടെ 1 lakh വന്നു, ഇവിടെയും 1 lakh വന്നു. ടോട്ടൽ ചെയ്യുന്നു. 1 lakhൽ നിന്നും 10,000 കുറക്കുന്നു. അതെന്തായിരിക്കും? നമ്മുടെ ബാലൻസ് ക്യാരി ഡൗൺ അല്ലേ, 90,000. ഓക്കെ, 90,000 ഈസ് ദ ബാലൻസ് ക്യാരി ഡൗൺ. ഈ ബാലൻസ് ക്യാരി ഡൗൺ എന്തായിരിക്കും? അടുത്ത വർഷത്തെ ബ്രോ ഡൗൺ ആയിരിക്കും. നേരെ അടുത്ത വർഷത്തേക്ക് നമ്മൾ ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ട് 90,000 കാണിക്കുന്നു. ഓക്കെ, ദെൻ ഇനി 2023 എന്തെങ്കിലും അഡീഷണൽ ഇൻഫർമേഷൻ പറയുന്നുണ്ടോ? യെസ്, നമ്മൾ അഡീഷണൽ മെഷീനറി വാങ്ങുന്നുണ്ട് അല്ലേ. 2023 ജൂലൈ 1 നമ്മൾ അഡീഷണൽ മെഷീനറി 50,000 രൂപയുടെ അഡീഷണൽ മെഷീനറി വാങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ വർഷം 50,000 രൂപയുടെ അഡീഷണൽ മെഷീനറി നമുക്ക് വന്നു. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനിയാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ നമ്മളെ കമ്പനിയിൽ 2 മെഷീനറി ഉണ്ട്. ആദ്യം വാങ്ങിയിട്ടുള്ള മെഷീനറി ഉണ്ട്, രണ്ടാമത് വാങ്ങിയിട്ടുള്ള മെഷീൻ ഉണ്ട്. ഓക്കെ, ഇനി ഇതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിപ്രീസിയേഷൻ കാണുന്നു. ഓക്കെ, യെസ്, ഡിപ്രീസിയേഷൻ 1 എന്ന് പറഞ്ഞിട്ട് 10,000 ഡിപ്രീസിയേഷൻ 1-ന് 10,000 അവിടെ വന്നിട്ടുണ്ട് ഓൾറെഡി നേരത്തെ ഉള്ളത്. ഇനി പുതിയ വന്നിട്ടുള്ള മെഷീനറിയുടെ ഡിപ്രീസിയേഷൻ എത്രയാണടാ? യെസ്, ദാറ്റ് ഈസ് പുതിയ വന്നിട്ടുള്ള മെഷീന് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 50,000 ആണ്. അതിൻ്റെ പ്രൈസ് 10% ഡിപ്രീസിയേഷൻ. ഇവിടെ നമ്മൾ ഡിപ്രീസിയേഷൻ കാണുന്നത് 6 മാസത്തേക്കുള്ള ഡിപ്രീസിയേഷനാണ്. എന്തുകൊണ്ടാണ്? നമ്മൾ മെഷീനറി എന്നാ വാങ്ങുന്നത്? ജൂലൈ 1-നാണ്. അപ്പോൾ ജൂലൈ 1 മുതലാണ് നമ്മൾക്ക് എന്തുണ്ടാവുള്ളൂ? ആ വർഷത്തിൻ്റെ അവസാനം വരെയുള്ള ഡിപ്രീസിയേഷൻ നമ്മൾ കാണേണ്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ 50,000 into 10 divided by 100 into 6/12, 6 മാസത്തെ ഡിപ്രീസിയേഷൻ അല്ലേ.
ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 6 മാസം ഡിപ്രീസിയേഷൻ കണ്ടാൽ മതി. ദറ്റ് ഈസ് 2500 ഈസ് ദ ഡിപ്രീസിയേഷൻ. ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ടോട്ടൽ ചെയ്യുന്നു. ഇവിടെ 1,40,000, ഇവിടെ 1,40,000 ടോട്ടൽ. അതിന് ബാലൻസ് ചെയ്യുന്നു. ബാലൻസ് എമൗണ്ട് ആയിട്ട് ബാലൻസ് ക്യാരിഡ് ഓൺ വരുന്നു 1,27,500. ഈ 1,27,500 എന്തായിരിക്കും? അടുത്ത വർഷത്തെ ഓപ്പണിംഗ് ആയിരിക്കും അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത വർഷത്തെ ഓപ്പണിംഗ് 1,27,500 വന്നു. ഇനി അവിടെ എന്തെങ്കിലും പ്രത്യേകിച്ച് പറയുന്നുണ്ടോ? ഇല്ല. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇവിടെ 2000 ഡേറ്റ് മാറിയില്ലേ? ഇതെന്താണ് ശ്രദ്ധിക്കാത്ത? യെസ്, 2024 ഡേറ്റ് കേട്ടോ. ദെൻ ഇവിടെ ഡേറ്റ് കൊടുക്കണ്ടേ? ഇവിടെ 31/12/2023, ഇവിടെയും 23 സെയിം ഡേറ്റ്. ഓക്കെ. ഇനി അടുത്തത് ബാലൻസ് ചെയ്യുന്നു, ഡിപ്രീസിയേഷൻ സംഭവിക്കുന്നു. ഇവിടെയൊക്കെ ഡേറ്റ് മാറ്റണേ. 2024 ഡേറ്റ്. ഡിപ്രീസിയേഷൻ എമൗണ്ട് 15,000. വൈ? ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. പലപ്പോഴും കുട്ടികൾ നേരത്തെ ഉണ്ടായിട്ടുള്ള ഡിപ്രീസിയേഷൻ അതുപോലെ എടുത്ത് എഴുതലുണ്ട്. അങ്ങനെ ചെയ്യരുത്. നമ്മൾ ആദ്യം വാങ്ങിയിട്ടുള്ള മെഷീൻ്റെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 10,000 ആണ് ഒരു വർഷത്തേക്ക്. രണ്ടാമത് വാങ്ങിയിട്ടുള്ള മെഷീൻ്റെ ഡിപ്രീസിയേഷൻ നമ്മൾ കണ്ടിട്ടുള്ളത് വെറും 6 മാസത്തെ ഡിപ്രീസിയേഷൻ ആയിരുന്നു. പക്ഷെ ഒരു വർഷത്തേക്ക് വരുമ്പോൾ അത് എത്ര ഉണ്ടാവും? പിന്നെ 6 മാസത്തേക്ക് 2,500 ആയിരുന്നു. ഒരു വർഷത്തേക്കാണെങ്കിൽ 5,000 രൂപ ഉണ്ടാവും. ടോട്ടൽ നമ്മളെ ഒന്നാമത്തെ മെഷീൻ്റെയും രണ്ടാമത്തെ മെഷീനറിൻ്റെയും ഡിപ്രീസിയേഷൻ ടോട്ടൽ 15,000 രൂപ ഉണ്ടായിരിക്കും. മാറരുതേ. സോ ഇനി രണ്ടും ടോട്ടൽ ചെയ്യുന്നു. 1,27,500 ബാലൻസ് എമൗണ്ട് ആയിട്ട് 1,12,500 രൂപ കഴിഞ്ഞു. ഇനി ശ്രദ്ധിക്കുക, ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാനൊന്നുകൂടി ഹൈലൈറ്റ് ചെയ്യണേ. ഒന്ന് ശ്രദ്ധിച്ചോട്ടോ മക്കളെ. ഓക്കെ. സോ ഇതിൽ ആദ്യം നമ്മൾ മെഷീൻ വാങ്ങിയ എമൗണ്ട് 95,000 പ്ലസ് 5,000 1 lakh. ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തു. ബാലൻസ് കണ്ടു. ബാലൻസ് നമ്മൾ എന്ത് ചെയ്തു? നേരെ അടുത്ത വർഷത്തേക്ക് എടുത്ത് എഴുതി. ദെൻ യെസ്, ഇവിടെ 2024 ആക്കണേ. ഇനി ഓക്കെ യെസ്. ഇനി 2023 അഡീഷണൽ മെഷീനറി വാങ്ങുന്നു. 50,000 രൂപക്ക് അഡീഷണൽ മെഷീനറി വാങ്ങുന്നുണ്ട്. അതിൻ്റെ പിന്നെ ഇനി ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുമ്പോൾ ഒന്നാമത്തെ മെഷീനറിൻ്റെ ഡിപ്രീസിയേഷൻ 10,000 ആഡ് ചെയ്തു. രണ്ടാമത് വാങ്ങിയിട്ടുള്ള അഡീഷണൽ മെഷീനറിയുടെ ഡിപ്രീസിയേഷൻ നമ്മൾ കാണുമ്പോൾ നമ്മൾ എത്ര മാസത്തേക്കുള്ള ഡിപ്രീസിയേഷൻ ആടാ? യെസ്, 12 അല്ലേ? 6/12 അല്ലേ? അപ്പം 50,000 × 10 ഡിവൈഡ് ബൈ 100 × 6/12. 6 മാസത്തേക്കാണ്. ജൂലൈയിലാണ് വാങ്ങുന്നത്. ജൂലൈ മുതൽ ഡിസംബർ വരെ നോക്കുമ്പോൾ എന്താണ്? ഒരു 6 മാസത്തെ ഡിപ്രീസിയേഷനാണ് നമ്മളത് കാണേണ്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ബാലൻസ് കാണുന്നു. ബാലൻസ് കണ്ടതിന് ശേഷം അത് നമ്മൾ അടുത്ത വർഷത്തേക്ക് എടുത്തിരുന്നു. അടുത്ത വർഷത്തേക്ക് നമ്മൾ 2024 പരിഗണിക്കുമ്പോൾ 2 അസറ്റിൻ്റെയും ഡിപ്രീസിയേഷൻ മുഴുവൻ ഇയറിലും വരുന്നുണ്ട്. സോ ഡിപ്രീസിയേഷൻ വരുമ്പോൾ 10,000 5,000 വന്നു. സോ ദ ടോട്ടൽ ഡിപ്രീസിയേഷൻ ഈസ് 15,000. നമ്മൾ ബാലൻസ് കാണും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. ശ്രദ്ധിച്ചു നോക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.